നിങ്ങൾക്ക് ഇതുപോലെ ജംഗ്ഷനുകൾ വാഹനങ്ങൾ ഒരുപാട് കിടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തൊരു വാഹനം ഓടിക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ഗിയറിൽ ഏത് ഗിയറിലാണ് ഓടിക്കുന്നത്, എവിടെ വരുമ്പോൾ തിരിക്കണം, എത്ര തിരിക്കണം, ക്ലച്ചിന്റെ കൺട്രോൾ, സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഫ്രണ്ടിൽ വണ്ടി ഉള്ളപ്പം ക്ലച്ച് ആണോ ചോട്ടുന്ന, ബ്രേക്ക് ആണോ ചോട്ടുന്ന കൃത്യമായിട്ട് അറിയത്തില്ല. ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് താനൂര്, മലപ്പുറം അല്ലേ? നമ്മുടെ സ്ഥലത്തിന്റെ പേര് തിരൂര്. തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നങ്ങളാണ്. എത്രത്തോളം സ്റ്റിയറിംഗ് തിരിക്കണം, ക്ലച്ചിന്റെ കൺട്രോൾ, സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവ്, ഗിയർ ഷിഫ്റ്റിങ്, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. വാഹനം ഓടിക്കണം അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ആ ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ. പലരും നമ്മളെ മടിപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുക്കുന്ന പ്രാക്ടീസിന് പോകത്തില്ല, പ്രായം കൊണ്ടാ നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് ഓടിക്കുന്നത്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല എന്നാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.